താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. രാജ്യത്തെ കാർഷിക യന്ത്രോൽപാദന മേഖലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ അത്താണിയിലെ കാംകോ കമ്പനി സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. കാലഘട്ടങ്ങളുടെ വിള്ളലുകളെ അതിജീവിച്ച് വിജയത്തിന്റെ ഉച്ചസ്ഥായിയിലെത്തിയ സ്ഥാപനമാണ് കാംകോ. കേരള സർക്കാരിന്റെ കീഴിൽ ജപ്പാനിലെ കുബോട്ട കമ്പനിയുമായി ചേർന്ന 1973 തുടങ്ങിയ സ്ഥാപനമാണ് കാംകോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ അത്താണിയിലാണ് കാംകോയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വിവിധ യൂണിറ്റുകളിലായി ആകെ 6 യൂണിറ്റുകളിലായി കാംകോയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തി. കളമശ്ശേരിയിലും പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടും ഇതിന്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കാംകോ ഒരു കൊയ്ത്തുയന്ത്രം തൃശൂർ ജില്ലയിലെ മാളയിൽ 2001 പുതിയ ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. 2012 ഇതിന്റെ വൈവിധ്യവത്കരണത്തിന്റെ ഭാഗമായി മിനി ട്രാക്കർ നിർമ്മിക്കുന്നതിന് ശ്രമങ്ങൾ തുടങ്ങുകയും 2012 ഇതിന്റെ പരീക്ഷണ അടിസ്ഥാനത്തിനുള്ള നിർമ്മാണം അത്താണിയിൽ സ്ഥാപിച്ച ട്രാക്കർ യൂണിറ്റിൽ ആരംഭിക്കുകയും ചെയ്തു. കാംകോ ആരംഭിച്ചിട്ട് 50 വർഷം ഡിസംബറിൽ പൂർത്തിയായി. അപ്പോൾ 50ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ ഒരു ചെറുതാണെങ്കിലും പരിപാടി സംഘടിപ്പിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിപാടികളെല്ലാം ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. 12ാം തീയതി 2 മിനിസ്റ്റേഴ്സ്, കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദും വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും പങ്കെടുക്കുന്ന, പിന്നെ ബോർഡ് അംഗങ്ങളും മറ്റ് നമ്മുടെ ജനപ്രതിനിധികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷക്കാലം ഒരു പൊതുമേഖലാ വ്യവസായം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയതിൻ്റെ ഒരു ബാക്കി പത്രവുമായിട്ടാണ് ഈ 50ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടത് എല്ലാ വ്യാവസായിക മേഖലയിലും തൊഴിൽ മേഖലയിലും എന്നതുപോലെ കോവിഡിൻ്റെ കാലത്ത് ഒരു 2 വർഷക്കാലം നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനുശേഷമുള്ള കാലത്ത് ആ പ്രയാസങ്ങൾ അതിജീവിച്ച് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗുണനിലവാരം കൊണ്ടാണ് വിലക്കുറവുള്ള ചൈനീസ് ഉത്പന്നങ്ങളെയും സ്വകാര്യ മേഖലയിലെ കമ്പനികളുടെ ഉത്പന്നങ്ങളെയും പിന്തള്ളി മുന്നേറാൻ കാംകോ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിയുന്നത്. കാംകോയിൽ നിലനിൽക്കുന്ന ഉന്നതമായ തൊഴിൽ സംസ്കാരവും ആരോഗ്യകരമായ തൊഴിലാളി മാനേജ്മെന്റ് ബന്ധവും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. 50 വർഷം ഒരു പൊതുമേഖലാ വ്യവസായം ലാഭകരമായി പ്രവർത്തിച്ചു എന്ന ചരിത്രം കൂടി ഇതിനുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ സർക്കാരിലേക്കുള്ള അതിൻ്റെ ലാഭവിഹിതം നൽകി പോരുന്ന ഒരു വ്യവസായ സ്ഥാപനമാണ്. വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു. പിന്നെ ഈ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിൻ്റെ വേണ്ടിയിട്ടാണ് കാംകോ ഇവിടെ 50 വർഷം മുമ്പ് ആരംഭിച്ചതെന്ന് നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനവും ഇന്ത്യ രാജ്യവും ഒരു കർഷക പ്രധാനമായ രാജ്യമാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ പുതിയ പരീക്ഷണങ്ങൾ, അത് പിന്നെ യന്ത്രവൽക്കരണത്തിലേക്ക് വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചത്. ചെറിയ തോതിൽ ആരംഭിച്ച് ഇന്ന് ഏതാണ്ട് 220 കോടിയിലധികം വരുന്ന ടേൺ ഓവറുള്ള ഒരു വലിയ സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് മികച്ച ഉത്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിലൂടെ കാർഷിക രംഗത്തെ നേതൃത്വം നിലനിർത്താനും സമൂഹത്തിന്റെ വികസനത്തിന് ശക്തമായ സംഭാവനകൾ നൽകാനും കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.